വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ നമുക്ക് ഇത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുറച്ചൊരു ഓണം ബേസ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് റെഡി ടു ഡെസ്പാച്ച് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഇതുപോലെ പേൾസ് വരുന്ന ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ യോക്ക് പോർഷനിലോട്ട്. ഫുള്ളി ഞാൻ അതിൻ്റെ ക്ലോസ് പിക്ക് ഇട്ട് തരാം കേട്ടോ ഓരോന്നിൻ്റെയും. ഇതിൽ നമുക്ക് 2-3 കളേഴ്സ് വരുന്നുണ്ട്. ഒന്ന് യോക്കിലോട്ട് ഈ ഒരു കളർ വരുന്നതാണ്. സെക്കൻഡ് വരുന്നത് ഇതുപോലെ ഒരു ആഷ് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതുപോലെ ആഷ് വരും, ആ ഒരു ഹാൻഡ് വർക്കും പേഴ്സിൻ്റെ. പിന്നെ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ്, ഗ്രീൻ വരുന്ന ഷെയ്ഡാണ്. ഇതേപോലെ ഉണ്ടാവും ഗ്രീനിൻ്റെ. അടുത്തത് ഇതുപോലെ ഈ ഒരു എന്താ പറയുക ലൈറ്റ് ഒരു പിങ്കും കൂടെ വന്നേക്കണ ഒരു കളറാണ്. ഇതിൻ്റെ ദുപ്പട്ടയും ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കളറ് ഈ ഒരു ഇതിൻ്റെ കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും. ഫാബ്രിക് ഇതുപോലെ ഒരു ഫുൾക്കാരി വർക്ക് വരുന്നതാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, നമുക്ക് കൈ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആ എംബ്രോയിഡറി കാണുന്ന ഇതുപോലെ ഉണ്ടാവും. ഫസ്റ്റ് അതിൻ്റെ ബോട്ടം വന്നിട്ട് ഒരു എന്താ പറയുക റോ കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ നല്ല ബോട്ടം വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ ഫുള്ളി ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ഉണ്ടാവും ദുപ്പട്ട. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വൺ സൈഡ്. ഈ ഒരു മെറൂൺ അല്ല ഈ ഒരു കളർ തന്നെ സെയിം ബോർഡർ വന്നിട്ടുണ്ട്. ഇങ്ങനെയുണ്ടാവും ഇതേപോലെ. ഇത് ബോട്ടം. അപ്പോൾ ഈ ഒരു കളർ ഇതേ കോമ്പിനേഷൻ ഇങ്ങനെ ഉണ്ടാവും. അടുത്തത് വന്നിട്ട് ഗ്രീനിലോട്ടും ഈ ഒരു ഇത് ഇങ്ങനെ ഉണ്ടാവും. ഗ്രീന് വിത്ത് ഗ്രീൻ ബോട്ടം. പിന്നെ ഈ ഒരു സെയിം തന്നെ ദുപ്പട്ട വന്നിട്ട് ഈ ഒരു ഗ്രീനിലോട്ട് ഈ ഒരു ഷെയ്ഡ്. ഓക്കെ, അങ്ങനെ അത്. പിന്നെ ആഷ് വന്നിട്ട് ഇതേപോലെ ആഷ്, ഇത് നല്ലൊരു കളറാണ് കേട്ടോ. ആഷ് വന്നിട്ട് ആഷിൻ്റെ ഡിസൈൻ വരുന്ന ഇതുപോലെ ഉണ്ടാവും. ആഷിൻ്റെ ബോട്ടം ഇതേപോലെ. ദുപ്പട്ട വന്നിട്ട് ഇത് ടാസൽസ് ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ ഉണ്ടാവും. ഇതിൻ്റെ ദുപ്പട്ട ഈ ഒരു കളറും കൂടെ വരുന്നുണ്ട്. യെലോയിലോട്ട് നല്ല ഒരു യെലോന്നും പറ്റില്ല ഒരു ഓറഞ്ചും കൂടെ വരുന്നൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ബോട്ടം ഇതേപോലെ ഉണ്ടാവും. രണ്ട് വരുന്നതാണ് കേട്ടോ. ഇതേപോലെ ബോട്ടം വരുന്നത് ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ കളേഴ്സ് ഇത്രയാണ്. അടുത്തത് ഞാൻ കാണിച്ചു. അപ്പോൾ അടുത്തത് കോട്ടണിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഹാൻഡ് വർക്ക് ഒന്നുമില്ല. ഇതുപോലെ ഒരു യോക്കായിട്ട് നമ്മൾ കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ യോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ തന്നെ ഇതാണ് ബോട്ടം വരുന്നത് കോട്ടണിൽ. അതുപോലെ ഇത് ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. ഞാൻ ഓരോന്നും കാണിച്ചു തരാം. ഈ ഒരു പാറ്റേൺ ഒരെണ്ണത്തിൻ്റെ കാണിച്ചു തരാം കേട്ടോ ദുപ്പട്ട. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. പറ്റേ കളറ് മാത്രം ഡിഫറൻസ് ഉണ്ടാവും. ഇതേപോലെ നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ളതാണ് കോട്ടൺ. ഈ ഒരു ഇതാണ്. ഇതുപോലെ ബോട്ടം ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഇതിൻ്റെ തന്നെ കളേഴ്സ് ഇപ്പോൾ 2-3 കളേഴ്സ് ഉണ്ട്. ഇതാണ് അടുത്ത കളർ വരുന്നത്. അടുത്തത് ഒരു മെറൂൺ കോമ്പിനേഷൻ. ക്രീമും ആ ഒരു ബേസ് ആയതുകൊണ്ട് നല്ലൊരു പ്രിൻ്റാണ്. ഇതുപോലെ മെറൂണ് ഈ ഒരു കോമ്പിനേഷൻ. ഇതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ തന്നെ ഈ ഒരു ഫാബ്രിക്. അതേപോലെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ഈ ഒരു കളർ ഫുൾ നിവർത്തുന്നില്ല, ഇത്രയും കാണിച്ചത്. ഇതുപോലെ ഉണ്ടാവും ഇതിൻ്റെ ദുപ്പട്ട. ഈ ഒരു സൈഡ് മുന്താണിയിൽ ഇതുപോലെ ഈ ഒരു ഡിസൈൻ കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. മുന്താണിയാണ് കേട്ടോ ഇത് വരുന്നത്. അതിൽ ഗോട്ടയുടെ ഒരു ലേസും ഉണ്ട്. ഉള്ളിൽ ഇതുപോലെ ഉണ്ടാവും. ഇത് ഫുൾ ഫാബ്രിക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഉണ്ടാവും. കോട്ടണിൽ നമ്മൾ ലൈനിങ് വേണമെങ്കിൽ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ യോക്ക് വന്നിട്ട് സിമ്പിൾ കോട്ടൺ വേണമെന്നുള്ളവർക്ക് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇനിയും ഇതിൻ്റെ തന്നെ അടുത്ത വേറൊരു കളറ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഗ്രീൻ, ഒരു പീകോക്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡ് വരില്ല. ഇതുപോലത്തെ ഷെയ്ഡ് ദുപ്പട്ട ഇല്ല. ഇത് ബോട്ടം വന്നിട്ട് കോട്ടൺ. ഇതേപോലെ ദുപ്പട്ട വന്നിട്ട് സെയിം ആ ഒരു കളർ തന്നെ ഇതേപോലെ. ഇത് മുന്താണി, ഇത് ഈ ഒരു ഉള്ളിലെ സൈഡ്. അടുത്തത് നേരത്തെ കാണിച്ച മെറൂണിൻ്റെ തന്നെ വേറൊരു കുറച്ചും കൂടെ ഒരു വേറെ ഷെയ്ഡാണ് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇതാണ് ബോട്ടം വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. നേരത്തെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഇത്രയാണ്.